എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 16 റിവ്യൂ ആണ്. ഇന്നലെ മുതൽ ഫുഡിനൊപ്പം കണ്ടന്റും കുക്ക് ചെയ്തിറക്കുന്നത് കിച്ചണിൽ നിന്നാണ്. രാവിലെ തന്നെ നിവിനും നൂറയും തമ്മിലാണ് അടി. നിവിൻ ഓറഞ്ച് എടുക്കാൻ വന്നപ്പോഴത്തേക്കിനും എടുക്കരുതെന്ന് നൂറ പറയുന്നു. തന്നെ വീണ്ടും കള്ളനാക്കി ചിത്രീകരിക്കരുതെന്ന് ഞാനും കിച്ചൺ ടീമിലുള്ളതാണെന്നും അത് എടുക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് നിവിൻ പറയുന്നു. നീ സാധാരണ അങ്ങനെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാറല്ലേ പതിവ്, അതുകൊണ്ടാണ് അത് തടഞ്ഞതെന്ന് നൂറ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കായി. ഇനി മേലാൽ എന്നെ ആരും കള്ളൻ എന്ന് വിളിക്കരുതെന്ന് നിവിൻ ഒന്നല്ല, ഒരുപാട് സ്ട്രാറ്റജീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 2 ആഴ്ച മോഷണവും വിശപ്പ് സൈക്കഴിയൊക്കെ ആയിരുന്നെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ നിവിൻ നന്നായിട്ട് ഭക്ഷണം കുക്ക് ചെയ്യുന്നു, ഉത്തരവാദിത്വബോധത്തോടെ ജോലി ചെയ്യുന്നതൊക്കെയാണ് ഈ ആഴ്ച കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അനുമോളും ആര്യനും കൂടെയൊക്കെ തമാശ ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആര്യൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആര്യൻ്റെ തലയിലൊരു കിരീടം പോലെയൊക്കെ മറ്റേ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിലൂടെയൊക്കെ നടത്തുന്നു. അപ്പം ശരത് ഇത് കണ്ടിട്ട് ആദ്യമേ പറയുന്നു അവർ വരുന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യരുതെന്ന് പറയുന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ആ പ്രകടനം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ആര്യൻ്റെയും പിന്നെ അനുവിൻ്റെയും ഈ ഇത്തരത്തിലുള്ള പ്രകടനമൊക്കെ കണ്ടതിന് ശേഷം ആദില അനുവിനോട് ആര്യൻ്റെയും അനുവിൻ്റെയും ലവ് ട്രാക്കിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നു അവൻ ചെറിയ പയ്യനാണ്, ഇവിടെ ലവ് ട്രാക്കിന് പറ്റിയിട്ടുള്ള ആരും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനി വൈൽഡ് വന്നു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യുമോ എന്നുള്ളതാണോ അതോ അവിടെ ആരുടെയെങ്കിലും പേര് വെച്ചിട്ടാണോ എന്നറിയില്ല. അതിൽ അനുവിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇനി ഒരു ലവ് ട്രാക്ക് ട്രൈ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അനു ചിരിക്കുന്നുണ്ട്. അടുത്തത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ശാരികയ്ക്ക് പിന്നീട് തോന്നിയിട്ടുള്ള ഹോട്ട് സീറ്റാണ്. ഹോട്ട് സീറ്റിൽ സരികേനെ ഇരുത്തിയിട്ട് സരികേൻ്റെ അടുത്താണ് ശാരിക ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അവിടെ ഇവിടെയും കളിച്ചും ചിരിച്ചും പലരുടെ ഇടയിൽ കിടന്നു അല്ലേ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ബിഗ് ബോസിന് ശേഷം നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ? ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ പുച്ഛിക്കില്ലേ? നിങ്ങൾ നർത്തകിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ലാസ്യതയും വശീകരണവും ഒക്കെ കൊണ്ട് ആൾക്കാരെ വശീകരിച്ചല്ലേ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മാതിരി ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആ സമയത്ത് സരികയും അവിടെ കൂടിയിരുന്ന അക്ബറും ശരത്തും പിന്നെ എല്ലാവരും കൂടെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ടാണ് ആ സെക്ഷൻ അങ്ങ് പോയത്. പക്ഷെ അതിനുശേഷം കുറേ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സരിക വന്നിട്ട് ശാരികൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, അത് പറഞ്ഞത് എൻ്റെ ദിലീപേട്ടൻ ഒരിക്കലും പൊറുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് സരിക ഇരുന്ന് കരയുന്നു. ആ വിഷയത്തിൽ അക്ബർ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം വഷളായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അവസാനം ശാരിക കരയുന്നു. പിന്നീട് ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട് ശാരിക മാപ്പ് പറയുന്നു, ദിലീപേട്ട അങ്ങനൊന്നും വിചാരിക്കരുത്, സരിക നല്ല ആളാണ്, ഒരു പിന്നെന്താണ് കുലസ്ത്രീയാണ്, ജെമ്മാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശാരിക അവസാനം മാപ്പ് പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ ശാരികയ്ക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ആരുടെ മുന്നിലാണേലും എന്ത് മുഖത്ത് നോക്കി പറയാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കത്തേയില്ല. അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം കുഴിയിൽ വീഴുക എന്നുള്ളതാണ് ശാരികേൻ്റെ സ്ഥിരം പരിപാടി. ഇപ്പം അല്ലെങ്കിൽ സരികേൻ്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ, ശാരികയ്ക്ക് ശരിക്കും അവിടെ ഒരു ഗെയിം കളിക്കായിരുന്നു. അവിടെ നടക്കുന്ന അവരുടെ ഗ്രൂപ്പിനിടയ്ക്കുള്ള കാര്യങ്ങൾ, സരികേൻ്റെ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ചോദ്യം ചോദിക്കായിരുന്നു. പക്ഷെ അതൊന്നും ചോദിക്കാതെ പുള്ളി ഒരാവശ്യമില്ലാത്ത കാര്യം ചോദിച്ച് സ്വയം കുഴിയിൽ വീണ അവസ്ഥയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് റെന എൻ്റെ കണ്ടന്റ് ക്രിയേഷനും കൊണ്ടുവരുന്നത്. റെന അടുക്കള ചുറ്റിപ്പറ്റിയിട്ടാണ് റെനേൻ്റെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത് തുടക്കം തൊട്ടേ, ഈ ഒണീലിൻ്റെയൊക്കെ ആ കേസ് തൊട്ടേ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ റെന അടുക്കളയിൽ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. അനുവിനെ ഇങ്ങനെ ഓരോ കാര്യത്തിലും ചൊറിഞ്ഞ് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരമായപ്പോഴത്തേക്കിനും അനുവിന് മനസ്സിലായി. അപ്പോൾ അനു പറയുന്നുണ്ട്, ഇവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയാൽ ഇവിടെ വന്ന് നിൽക്കണത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, പിന്നെ എന്നെ വെറുതെ ചൊറിയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? നീ രാവിലെ മുതൽ എന്നോട് ചൊറിയാൻ നോക്കിയതാണ്, രാവിലെ നീ വന്ന് എന്നോട് ദോശ ചോദിച്ചു, എല്ലാവർക്കും ഇവിടെ 2 ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്, നിനക്കും തന്നു, പിന്നെ നീ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നിനക്കും തരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് ആ ദോശ വേണ്ട, അപ്പം എന്തേ നിനക്കത് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അപ്പം എനിക്ക് വിശപ്പില്ലായിരുന്നു എന്ന് പറയുന്നു. ഓ, അപ്പം നിൻ്റെ വിശപ്പ് പോയി, നിൻ്റെ ഉദ്ദേശം ഇവിടെ നിന്ന് എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ലേ എന്ന് അനു ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് റെന അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് അവസാനം റെന അനുവിനെ ചപ്പാത്തി കളി എന്ന് വിളിക്കുന്നു. ചപ്പാത്തി കളി നീ ആടി, നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ ഉമ്മയും ഉപ്പയും ഇങ്ങനെയാണോ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം പിന്നെ പറയുന്നു, നീ അപ്പം എൻ്റെ ഉമ്മേനെയും ഉപ്പേനെയും വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെന, നീ കൊച്ചു പെണ്ണാണ്, വെറുതെ പിന്നെ ആൾക്കാരുടെ വെറുപ്പീര് സമ്പാദിച്ച് വെക്കല്ലേ എന്ന് പറയുമ്പോൾ ജെൻഡർ കാർഡ് ഇറക്കുന്നു എന്നും പറഞ്ഞിട്ട് റെന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മണ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ കളിക്കരുത്. പ്രൊവോക്കിങ് ഗെയിമൊക്കെ ആവാം, പക്ഷേ ഒരാളുടെ പുറകെ മണിക്കൂറുകളോളം നിന്ന് അവരെ ചൊറിഞ്ഞ് ഒരു കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെനേൻ്റെ തന്നെ ഗ്രൂപ്പിലുള്ള അക്ബറും പിന്നെ ശരത്
ശരത്തും ആര്യനും ഒക്കെ പോലുള്ളവർ നിൽക്കുന്നു. ഇത് ഒരു ഡ്രാമ കളിക്കുന്നത് പോലെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും തോന്നുക. ഈ മണിക്കൂറുകളോളം ഇങ്ങനെ നിന്ന് ഇത് ചെയ്യുമ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇറിറ്റേഷൻ ആവും. അത് റെനയ്ക്ക് തന്നെയാണ് നെഗറ്റീവായിട്ട് വരിക. ഇപ്പോൾ അനുവും റെനെ ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം ഓടി ചെന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു അപ്പം ട്രിഗറായി, ഈ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇത് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു ട്രിഗറായി, അവൾ PR ചെയ്തിട്ട് വന്നതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ആവുമെന്ന് അവൾക്കറിയാം എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് അക്ബർ പറയുന്നുണ്ടായിരുന്നു അനുവിന് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റെന പോസിറ്റീവ് ആവാനാണ് സാധ്യത എന്നൊക്കെ. എന്ത് കണ്ടുപിടുത്തലാണോ എന്തോ. എനിക്ക് തോന്നുന്നു അനു നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ റെന മനഃപൂർവ്വം പോയിട്ട് ഈ ഇത്തരത്തിലുള്ള ഇത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും റെനയ്ക്കാണ് അത് ദോഷമായിട്ട് വരാൻ പോകുന്നത്. ഈ PR-ന്റെ കാര്യമൊക്കെ ജിസേലിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ജിസേൽ പറയുന്നുണ്ട്, എത്ര PR ഉണ്ടെങ്കിലും പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അവർ കറക്റ്റായിട്ട് വിലയിരുത്തും എന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് റെനയാണ്. റെന ഫസ്റ്റ് ആദ്യത്തെ ആഴ്ചയിലൊക്കെ റെനേൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ട സമയത്ത് വളരെ മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. പക്ഷേ എന്ന് ആ ഗ്യാങ്ങിലേക്ക് കൂടിയോ അന്ന് തൊട്ട് റെനേൻ്റെ ഗെയിമും പോയി, റെന നെഗറ്റീവും ആവാൻ തുടങ്ങി. ഇപ്പോൾ വളരെ ഇമ്മെച്ചുവേർഡായിട്ടാണ് റെന പല കാര്യങ്ങളിലും ബിഹേവ് ചെയ്യുന്നത്, പല കാര്യങ്ങളിലും ഇടപെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റെനേൻ്റെ അടുത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചപ്പാത്തിക്കള്ളിയിൽ നിന്ന് വിളിച്ചത് ശരിയാണോ, അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മനുവിനെ അങ്ങനെ വിളിച്ചത് എൻ്റെ ഗെയിമാണ് എന്ന് പിന്നെ റെന തിരിച്ചു പറയുന്നു. പിന്നീട് നോമിനേഷൻ പ്രക്രിയയാണ് കാണിക്കുന്നത്. ഒളിച്ചിരിക്കുന്നവർ, നിശബ്ദമായി ഗെയിം കളിക്കുന്നവർ, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നവർ, ഹീറോയിൻ കളിക്കുന്നവർ, ഇവരെയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ്. അതിൽ അതിശയമായിട്ടുള്ള കാര്യം അനീഷിനെ ആരും വോട്ട് ചെയ്തിട്ടില്ല. ഒരു വോട്ട് പോലും അനീഷിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അനീഷ് ഞെട്ടിപ്പോയി. ഇതെന്ത് മറിമായം എന്നുള്ള രീതിയിൽ അനീഷ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 വോട്ടുകളുമായിട്ട് സരിക, ഷാനവാസ്, റെന ഫാത്തിമ, 3 വോട്ടുകളുമായിട്ട് ഒണീൽ, അനുമോള്, അക്ബർ, 4 വോട്ടുകൾ ശരത്ത്, ശൈത്യ, 5 വോട്ടുകൾ ശാരിക. ഈ പിന്നെ നോമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സരിക വന്നിട്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നം, ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നതിൻ്റെ പ്രശ്നമായിട്ട് ശാരികേൻ്റെ അടുത്ത് വരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കിച്ചണിൽ തന്നെ അനു വന്ന് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ജിസേൽ നിന്നിട്ട് പച്ചക്കറി അരിയുന്നു. അപ്പോൾ ഓൾറെഡി കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവരല്ലാതെ വേറെ ആരും കയറരുതെന്നുള്ളത് ഈ ടീം ഡിവൈഡ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഇവരവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളതാണ്, ശരത്ത് ടീമിനെ വിളിച്ചു കൂട്ടിയിട്ട്. അപ്പോൾ ഒരാളെയും പുറത്തുനിന്ന് കയറ്റരുത്, ഒരു ചായ പോലും ഉണ്ടാക്കാനായിട്ട് കയറ്റരുതെന്നുള്ളത് ഇവർ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ അനുമോൾ വന്ന് നോക്കുമ്പോഴത്തേക്കിനും ജിസേൽ അവിടെ നിന്നിട്ട് പച്ചക്കറി അരിയുന്നു. അനുമോൾ ഓടിപ്പോയി ബാത്റൂമിലിരുന്ന ശരത്തിനെ കൊട്ടി വിളിച്ച് പുറത്തിറക്കിക്കൊണ്ട് വരുന്നു. അപ്പോൾ ശരത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, എന്നോട് നിവിൻ വന്ന് ചോദിച്ചു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് സ്നാക്സ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 2 ഉരുളക്കിഴങ്ങല്ലേ എടുത്തുണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജിസേൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു, ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അതിന് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അനു ചോദിച്ചു, പിന്നെ എന്തിനാണോ നമ്മൾ തീരുമാനിച്ചത് പുറത്തുനിന്ന് ആരെയും ഇങ്ങോട്ട് കയറ്റരുതെന്നൊരു പൊട്ട ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. പൊട്ട ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് കേട്ടതോടെ ശരത്ത് അനുമോളുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. വരുന്ന വഴിക്ക് ശാരിക എൻ്റെ കയ്യിൽ പിടിച്ചെന്തോ വലിച്ചു മാറ്റുമോ എന്തോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ കൈക്ക് എന്തോ പറ്റിയെന്നുള്ളത് പിന്നീട് ശാരിക പറയുന്നത് കേട്ടു. ഏതായാലും അനുമോളെ തല്ലാനായിട്ട് ഓടി വരികയാണ്. അക്ബർ കയറി പിടിച്ചു മാറ്റുന്നു. അങ്ങനെ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും അവിടെ ഒപ്പിച്ചേനെ ശരത്ത്. അമ്മാതിരിയായിരുന്നു, അത്രയും അഗ്രസീവായിട്ടായിരുന്നു ശരത്ത് നിന്നിരുന്നത്. ഏതായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറയുന്നു, നീ കാരണം ഒരു പെണ്ണിന് ഇവിടുന്ന് പോകേണ്ടി വന്നു എന്ന്. അപ്പം വേണ്ട അക്ബർ അനുവിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഏത് പെണ്ണിനാടി പോകേണ്ടതെന്ന് പറഞ്ഞ് പച്ചത്തെറി വിളിച്ച് അനുവിൻ്റെ പുറകെ നടക്കുകയാണ്. എടിയെന്ന് നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കടാന്ന് അനുവും, നിൻ്റെ വീട്ടിലുള്ളവരോട് പോയി പറയടിയെന്ന് അക്ബർ അനുവിൻ്റെ അടുത്തും. അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമിലിരിക്കുകയാണ്. അപ്പോൾ ആദില വന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയുന്നു, നീ പുറത്തു പോയവരെ പറ്റിയിട്ട് പറഞ്ഞത് ശരിയായില്ല, ജിസേൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ വിശന്നത് കൊണ്ടാണ് സാലഡ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അനു ചോദിക്കുന്നു, അങ്ങനെ പുറത്തുനിന്ന് ആരെയും കയറ്റരുതെന്നല്ലേ തീരുമാനിച്ചിരുന്നത്, നേരത്തെയുള്ള കിച്ചൺ ടീമിലൊക്കെ ഉണ്ടായിരുന്നവർ അതുപോലെയല്ലേ ചെയ്തിരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദില പറയുന്നു, അങ്ങനെയല്ല, ഞാനും അതിനിടയ്ക്ക് കയറി ചെയ്തിട്ടുണ്ട് എന്ന്. അനു പറയുന്നു, എന്നെ കേട്ടിട്ടില്ല. കാരണം ജിസേൽ അനു കയറാനായിട്ട് ചെന്നപ്പോൾ അനുവിനെ ഓടിച്ചു വിട്ടിരുന്നു. അപ്പോൾ ആ കാര്യമാണ് അനു അവിടെ പറയുന്നത്. അപ്പം അവിടെ നിന്ന് ജിസേൽ കുക്ക് ചെയ്യുന്ന കണ്ടില്ലേ, ജിസേൽ ഇവരുടെ ടീം ആയതുകൊണ്ടാണ് ജിസേലിന് അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുത്തത്. അത് ശരിയാണ്. ജിസേലിന് അവിടെ പല കാര്യത്തിലും
ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. ജിസേലിനോട് സ്പെഷ്യലായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, സെപ്പറേറ്റ് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഈ മേക്കപ്പ് ഉപയോഗത്തിലായാലും ജിസേൽ അവിടെ എന്ത് ചെയ്താലും വേറെ ആരും ജിസേലിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അത് ശരിയാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ അനുമോൾ അതിനെ പറ്റിയിട്ട് പറയുന്നു, ഇവരുടെ ഗ്യാങ്ങിലുള്ളവർ എന്ത് ചെയ്താലും ഇവരൊന്നും പറയില്ല. ഇപ്പോൾ രാവിലെ ആ റെന ആ കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്ന് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആര്യൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു, അവൻ ക്യാപ്റ്റൻ അല്ലേ. പക്ഷെ അവരാരും അതിനെതിരെ ഇടപെട്ടതേ ഇല്ല. റെനയ്ക്ക് പകരം അനീഷ് ആയിരുന്നെങ്കിൽ ഇവർ കൊല വിളിച്ചതിനായിരുന്നല്ലോ എന്ന് അനു ആദിലേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അനു വീണ്ടും ഈ പുറത്ത് പോയിട്ടുള്ള ബിൻസിൻ്റെ കാര്യം എടുത്തിരുമ്പോൾ ആദില പറയുന്നുണ്ട്, അത് നീ പറയുന്നത് ശരിയല്ല, നീ ഇപ്പം പറയുന്നത് വലിയ വിവാദം ഉണ്ടാകുന്ന കാര്യമാണ്, അതുകൊണ്ട് നിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറയാണ്, നീ അത് ഇവിടെ വെച്ച് നിർത്തിക്കുമെന്ന്. അത് അനുവിന് മനസ്സിലാവുന്നുണ്ട്. അനു പറയുന്നു, ശരി, അത് എൻ്റെ തെറ്റാണ്. പക്ഷേ ജിസേലിൻ്റെ കാര്യത്തിൽ ഞാനത് സമ്മതിച്ചു തരത്തില്ല. ജിസേലിന് മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഇല്ല എന്നുള്ളത്. ഇതിനിടയ്ക്ക് ശരത്തിനെ അനീഷ് പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇതാവരുത്, നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, വെള്ളം വേണോ എന്നൊക്കെ പോയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ശരത്തിൻ്റെ അടുത്ത് പോയി മാപ്പ് പറയുന്നുണ്ട്. ശരത്ത് തിരിച്ചും മാപ്പ് പറയുന്നു. അനു കാല് പിടിച്ചിട്ട് ശരത്തിനോട് മാപ്പ് പറയുന്നു. നമ്മൾക്കിടയിലുള്ള പ്രശ്നം മൂന്നാമതൊരാൾ അതിലിടപെടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാ ഏട്ടാന്നുള്ള മട്ടിൽ അക്ബർ ആ കട്ടിലോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നം അവിടെ വെച്ച് തീരുന്നു. പിന്നീട് രാത്രി അക്ബറും ശരത്തും കൂടെ ഇരുന്നിട്ട് നെവിൻ്റെ കാര്യമാണ് പറയുന്നത്. നെവിൻ ജിസയിൽ അടുക്കളയിൽ നിന്നപ്പോൾ കെട്ടിപ്പിടിച്ചതിനെതിരെയാണ് പറയുന്നത്. അതിൽ അക്ബർ പറഞ്ഞിരുന്നു, നെവിൻ ഇങ്ങനെ എല്ലാവരെയും പെണ്ണുങ്ങളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല. അപ്പം അക്ബർ പറയുന്നു, ഞാൻ അതിനെതിരെ പറഞ്ഞപ്പോഴത്തേക്കിനും എന്നെ എല്ലാവരും കൂടെ സദാചാരവാദിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ കാര്യം പോയിട്ട് നെവിനോടും ജിസേലിനോടും സംസാരിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നു, ജിസേലാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്, ജിസേലിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കും ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. എന്നിട്ട് നിവിനോട് അക്ബർ പറയുന്നു, നിന്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എന്നെ അടിക്കാനുള്ള വടി കിട്ടിയത് ഉപയോഗിക്കുന്നേ ഉള്ളൂ എന്ന് അക്ബർ പറയുന്നു. പിന്നീട് ഷാനവാസും ശരത്തും തമ്മിലുള്ള ഒരു ചെറിയൊരു വാക്കുകൾക്കാണ്. ഷാനവാസ് പറയുന്നു, ഞാൻ വന്ന അന്ന് മുതൽ നീ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത്, നീ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളുടെ ടീം എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഷാനവാസ് പറയുന്നു. എനിക്ക് നിനക്കെതിരെ പറയാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, എൻ്റെ കയ്യിൽ അടിക്കാനുള്ള സാധനം ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ പറയാത്തത് എൻ്റെ ഒരു പെങ്ങളെ പുറത്തുണ്ട്, അതുകൊണ്ടാണ് പറയാത്തതെന്ന് പറഞ്ഞിട്ട് ബിൻസിൻ്റെ കാര്യം എടുത്തിട്ടിട്ട് ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നു, നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ശരത്തും ഷാനവാസും കൂടെ നീ ഗ്രൂപ്പായിട്ട് നടന്ന എനിക്കെതിരെയല്ലേ ചെയ്യുന്നത്, നീ അത് ചെയ്. അപ്പോൾ ശരത്ത് പറയുന്നു, ഈ രണ്ടുപേരും കൂടി ഇരിക്കുന്നതാണോ ഗ്രൂപ്പ് എന്ന് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അക്ബർ ജിസേലിനെ നോക്കുന്ന നോട്ടം ശരിയല്ല, ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് വളരെ മോശം രീതിയിൽ അക്ബർ ജിസേലിനെ നോക്കുന്നത് എന്ന്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നു, അപ്പം നിങ്ങൾ തന്നെ ദേഷ്യത്തോടെ നോക്കിയിട്ടില്ലേന്ന്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു, നീ വിഷയം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് എന്തിനാണ്, ആരെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ജിസേൽ എന്തായാലും അക്ബറിനെതിരെയും ശരത്തിനെതിരെയും സംസാരിക്കുന്നത് തോന്നുന്നില്ല, കാരണം അവരുടെ ടീമിലുള്ളതാണ്. അവരെ ഒപ്പം നിർത്തി തന്നെയാണ് ജിസേലിന്റെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ അക്ബറിനെതിരെ ഇപ്പൊ പറയാൻ പോവല്ലേ. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.